ഇനി GST മാറ്റത്തിൻ്റെ സാഹചര്യത്തിൽ മൈഫിൻ TV അവതരിപ്പിക്കുന്ന വാർത്താ പരമ്പര എന്താകും GST? പെട്രോളും ഡീസലും GSTയുടെ പരിധിയിൽ കൊണ്ടുവരുന്നത് തൽക്കാലം സാധ്യമല്ലെന്ന് CBC ചെയർമാൻ. GST കൗൺസിൽ നിർദ്ദേശത്തിൽ കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം പെട്രോളും ഡീസലും ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞതിന് പിന്നാലെയാണ് ഈ റിപ്പോർട്ട്. പെട്രോളും ഡീസലും ചരക്ക് സേവന നികുതിയുടെ പരിധിയിൽ കൊണ്ടുവരുന്നതിനുള്ള ചർച്ചകൾ തുടരുന്നതിനാൽ ഈ ഇനങ്ങളെ പരോക്ഷ നികുതിയുടെ പരിധിയിൽ കൊണ്ടുവരുന്നത് തൽക്കാലം സാധ്യമല്ലെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ചെയർമാൻ സഞ്ജയ് കുമാർ അഗർവാൾ പറഞ്ഞു. പെട്രോളും ഡീസലും നിലവിൽ സെൻട്രൽ എക്സൈസ് തീരുവയ്ക്കും മൂല്യവർദ്ധിത നികുതിക്കും വിധേയമാണെന്ന് അഗർവാൾ പറഞ്ഞു. ഈ രണ്ട് പെട്രോളിയം ഇനങ്ങളും വാറ്റ് വഴി സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര എക്സൈസ് തീരുവ വഴി കേന്ദ്ര സർക്കാരിനും ഗണ്യമായ വരുമാനം നൽകുന്നു. അതിനാൽ വരുമാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ നോക്കുമ്പോൾ ഈ ഇനങ്ങളെ GSTയുടെ പരിധിയിൽ കൊണ്ടുവരുന്നത് തൽക്കാലം സാധ്യമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം പെട്രോളും ഡീസലും GST കൗൺസിൽ നിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിന് പിന്നാലെയാണ് CBIC ചെയർമാന്റെ അഭിപ്രായം. 2017 ജൂലൈ നടപ്പാക്കിയ GSTയിൽ പെട്രോൾ, ഡീസൽ, ലഹരി പാനീയങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ GST പരിധിക്ക് പുറത്തായിരുന്നു. എക്സൈസ് തീരുവ, വാറ്റ് എന്നിവയിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രധാന വരുമാന സ്രോതസ്സാണ് ഈ ചരക്കുകൾ. പല സംസ്ഥാനങ്ങളിലും ഇവ അവരുടെ നികുതി വരുമാനത്തിന്റെ 25 മുതൽ 30% സംഭാവന ചെയ്യുന്നു. നികുതി നയം, വില നിർണ്ണയം, എക്സൈസ് തീരുവ, വാറ്റ് എന്നിവയിലൂടെ ഉപഭോഗ രീതികളെ സ്വാധീനിക്കാനുള്ള കഴിവ് എന്നിവയിൽ നിയന്ത്രണം നഷ്ടപ്പെടുമെന്ന് സംസ്ഥാനങ്ങൾ ഭയപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. GST നിരക്ക് കുറയുമ്പോൾ അവശ്യ സാധനങ്ങളുടെ വില കുറയുമോ എന്ന് ഉറ്റുനോക്കി ഉപഭോക്താക്കൾ. വാഹനങ്ങൾ, FMCG ഇനങ്ങൾ, ഉപഭോക്തൃ സാധനങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി ചരക്കുകളുടെയും സേവനങ്ങളുടെയും വില കുറയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ചരക്കുകളുടെയും സേവനങ്ങളുടെയും പരോക്ഷ നികുതിയിൽ വ്യാപകമായ മാറ്റങ്ങൾക്ക് GST കൗൺസിൽ കഴിഞ്ഞയാഴ്ച അംഗീകാരം നൽകി. നിലവിലുള്ള 4 നിരക്ക് ഘടനയെ 2 ആക്കി ചുരുക്കി. GST പുനഃക്രമീകരിക്കുന്നതോടെ നേരത്തെ 12%, 28% സ്ലാബുകളിൽ സ്ഥാപിച്ചിരുന്ന നിരവധി ഉൽപ്പന്നങ്ങൾ താഴെയുള്ള 5%, 18% ബാൻഡുകളിലേക്ക് മാറ്റും. സെപ്റ്റംബർ 22 മുതൽ ഒരു കൂട്ടം ചരക്കുകളുടെയും സേവനങ്ങളുടെയും വില കുറഞ്ഞതാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും നിരക്ക് കുറയ്ക്കാൻ സർക്കാർ ആവർത്തിച്ചുള്ള ആഹ്വാനങ്ങൾക്കിടയിലും കമ്പനികൾ അതിന്റെ നേട്ടങ്ങൾ പൂർണ്ണമായും കൈമാറുമോ എന്ന കാര്യത്തിൽ ഉപഭോക്താക്കൾ ജാഗ്രതയിലാണ്. GST നിരക്ക് കുറച്ചതിന്റെ നേട്ടം ഉപഭോക്താക്കൾക്ക് കൈമാറണമെന്ന് ബുധനാഴ്ച വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഓട്ടോ ഡീലർ അസോസിയേഷനോട് അഭ്യർത്ഥിച്ചു. വാഹന ഡീലർമാരുടെ ഫെഡറേഷൻ തങ്ങളുടെ ഇരുചക്ര വാഹനങ്ങൾ, മുച്ചക്ര വാഹനങ്ങൾ, 4 ചക്ര വാഹനങ്ങൾ വാങ്ങുന്നവർക്കെല്ലാം നല്ലൊരു ഡീൽ ഉറപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രീമിയം ലക്ഷറി കാറുകൾക്ക് വൻ വിലക്കുറവുമായി കാർ കമ്പനികൾ. ജാഗ്വാർ, ഥാർ, മിനി കൂപ്പർ, വോൾവോ, സ്കോഡ തുടങ്ങിയ ആഡംബര വാഹനങ്ങളാണ് വമ്പൻ വിലക്കുറവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജാഗ്വാർ, ഥാർ, മിനി കൂപ്പർ, വോൾവോ, സ്ക്വാഡ തുടങ്ങിയ ആഡംബര വാഹനങ്ങൾ 1 ലക്ഷം മുതൽ 10 ലക്ഷം വരെ വിലക്കുറവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഥാർ വിലയിൽ 1.35 ലക്ഷം വരെ കുറവുണ്ടാകും. 1.5 ലിറ്റർ RWD മാനുവൽ വേരിയന്റുകൾക്കാണ് വലിയ നേട്ടം. ഇതിന്റെ വില ഏകദേശം 10.3% കുറഞ്ഞു. മിനി കൂപ്പറിന് 3 ലക്ഷം രൂപ വരെ കുറയും. ജാഗ്വാർ ലാൻഡ് റോവറിന്റെ XUV ആയ റേഞ്ച് റോവർ, ഡിഫൻഡർ, ഡിസ്കവറി എന്നിവയ്ക്കെല്ലാം വില കുറയും. വ്യത്യസ്ത മോഡലുകളെയും വകഭേദങ്ങളെയും ആശ്രയിച്ച വാഹനങ്ങളുടെ വില ഇപ്പോൾ 4.5 ലക്ഷം രൂപ മുതൽ 20.4 ലക്ഷം രൂപ വരെ കുറഞ്ഞിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഉത്സവ സീസണും നികുതി ഇളവുമടക്കം പരമാവധി നേട്ടത്തിലാകും വോൾവോ കാറുകൾ എത്തുന്നത്. ടാറ്റ മോട്ടോഴ്സ് അവരുടെ ജനപ്രിയ മൈക്രോ SUV ടാറ്റ പഞ്ചിന്റെ വിലയും കുറച്ചിട്ടുണ്ട്. ടാറ്റ പഞ്ചിന്റെ എല്ലാ വകഭേദങ്ങളിലും 8.5% വരെ വിലക്കുറവുണ്ടാവും. വില വലിയ തോതിൽ കുറയുന്ന മറ്റൊരു ബ്രാൻഡായ ക്വിഡിന്റെ വില 9.93% അഥവാ 55,095 രൂപ വരെ കുറയും. ക്വിഡിന് ആകെ 7 വകഭേദങ്ങളുണ്ട്. ഇവയെല്ലാം കുറവ് ലഭിക്കും. BMWന്റെ ഉയർന്ന മോഡലിന് 8.9 ലക്ഷം രൂപ കുറയും. ഫോർച്യൂണറിന് 3.3 ലക്ഷം. ടാറ്റ സഫാരി 1 ലക്ഷവും ടാറ്റ നെക്സോണിന് 1.25 ലക്ഷം രൂപയുമാണ് വില. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.